സന്ദർഭങ്ങളിൽ പല പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ ക്ഷമിക്കാറുണ്ട്. അതെ, ഈ ചെറുപ്രായത്തിലും 2000-ലധികം ശിഷ്യഗണങ്ങളെ സമ്പാദിക്കാൻ കഴിഞ്ഞത് ഈ ദീർഘവീക്ഷണമായ പ്രവർത്തനം കൊണ്ട് തന്നെ. ഇന്ന് 4 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ള ശിഷ്യഗണങ്ങൾ ഇദ്ദേഹത്തിന്റെ സമ്പത്താണ്. ഈ രംഗത്തിലൂടെ ലോകമറിഞ്ഞ കലാകാരന്മാർക്കൊപ്പം തൻ്റെ വിദ്യാർത്ഥികളെയും ലോകത്തിനു മുന്നിൽ അറിയിക്കാനും അവരിലൂടെ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാനും നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് വർദ്ധിപ്പിക്കാനുമാണ് ഇദ്ദേഹം തയ്യാറെടുക്കുന്നത്. എന്നാൽ ഈ രംഗത്ത് വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കുന്നതിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നത് രക്ഷകർത്താക്കൾ തന്നെ. ഇത് അവരുടെ നിത്യ ഊർജത്തെ നശിപ്പിക്കുമെന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നു. എനിക്ക് 4 വയസ്സ് മുതലുള്ള സ്റ്റുഡൻസ് ഉണ്ട്. 64 വയസ്സ് വരെയുള്ള ഇവിടെ തൃശ്ശൂർ മിഷൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ സണ്ണി ജോർജ് ചിൽഡ്രൻസ് സ്പെഷ്യലിസ്റ്റാണ്. അദ്ദേഹത്തിന് വരെ ഞാൻ ചെറിയ രീതിയിൽ ക്ലാസ്സുകൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. ക്ലാസ്സിൽ വന്ന് പഠിക്കുന്നവരുണ്ട്, പോയി എടുത്തു കൊടുക്കുന്ന സംവിധാനമുണ്ട്. ഡോക്ടർക്കെല്ലാം ഞാൻ പോയി എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. വളരെ ഏജ്ഡായിട്ടുള്ള ആളാണ്. കുട്ടികൾ മുതൽ എല്ലാ കാറ്റഗറിയിലും, സാധാരണ തെങ്ങ് കയറുന്ന ആൾ മുതൽ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അതുപോലെ മറ്റു മാർഷൽ ആർട്സിലുള്ള മാസ്റ്റേഴ്സ്, ടീച്ചർമാർ, ഒരുപാട് മേഖലയിൽ ഇന്ന് എൻ്റെ കീഴിൽ പഠിച്ച പല കുട്ടികളും നല്ല നല്ല ജോലികളിലൊക്കെ ഞാൻ കാണാറുണ്ട്. അവരെ എന്നെയും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. നല്ലൊരു കോണ്ടാക്റ്റും അതുപോലെ നല്ല ബന്ധങ്ങൾ, കെട്ടുറപ്പുള്ളൊരു ബന്ധമാണ്. കാരണം ഒരു സ്കൂൾ ജീവിതമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അവരെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയിലുള്ള ആ ഒരു കെട്ടുപോയി. പിന്നെ അവരെ തൊട്ടടുത്തുള്ള 1-2 കുട്ടികളോ അല്ലെങ്കിൽ അവരെ ആ ഒരു 4-5 ഫ്രണ്ട്സ് ഉണ്ടാവുള്ളൂ. ഇതത് വിട്ട് വേറൊരു ടൗണിൽ ഒരുപാട് ആ ടൗണിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ഒരിക്കലും കോണ്ടാക്ട് ചെയ്യാൻ ചാൻസ് ഇല്ലാത്ത ഒരുപാട് പേരായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാവാനും ഒരു സൗഹൃദം ഉണ്ടാക്കാനും തീവ്രവാദം അതുപോലെയുള്ള മൈൻഡെല്ലാം പോയി എല്ലാവരും സഹോദരന്മാരാണ് എന്നുള്ളൊരു മൈൻഡ് ഉണ്ടാക്കിയെടുക്കാനും ഇത് വളരെ ഉപകാരപ്രദമാണ്. പക്ഷേ കുട്ടികൾ ഇത് കംപ്ലീറ്റ് ചെയ്യാതെ ഇരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കുട്ടികളാണ് കൂടുതലായിട്ട് ഇതിന് വരുന്നത്. അവർ പഠനം ഇടയ്ക്ക് വെച്ചിട്ട് എല്ലാ എക്സാമൊക്കെ ഉണ്ടാകുമ്പോൾ മാതാപിതാക്കൾ ആദ്യം നിർത്തുക ഇങ്ങനത്തെ മാർഷൽ ആർട്സാണ്. നേരെ മറിച്ച് അവർ ഫിലിമിന് പോകുന്നുണ്ടാവും, മറ്റു എൻ്റർടൈൻമെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ഏറ്റവും സ്യൂട്ടബിളും ഏറ്റവും കൂടുതൽ അവർക്ക് പഠിക്കാനും എല്ലാം എനർജി നൽകുന്ന മാർഷൽ ആർട്സിനെയാണ് ആദ്യം നിർത്തി വയ്ക്കുക. അതിൻ്റെ ആവശ്യമില്ല. ആഴ്ചയിൽ 2 ദിവസം 2 മണിക്കൂർ ചെയ്യാവുന്ന രീതിയിലൊക്കെയാണ് ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ നടക്കുന്നത്. വളരെ ആർക്കും സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ. ആ വീടാണ് ഏറ്റവും വലിയ വിദ്യാലയം. അവരതിനെക്കുറിച്ച് മനസ്സിലാക്കണം. അവർ നമ്മളുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ചെയ്യണം. ഇതിൽ നിന്ന് സ്പോർട്സിലൂടെ ഒരുപാട് ആളുകൾ ഇന്ന് ലോക പ്രശസ്തരാണ്. അതുപോലെ നമ്മൾ പഠിക്കുന്നത് നമുക്ക് വിവരമുണ്ടാവാനും പിന്നെ നമുക്ക് നല്ല ജോലി നേടാനുമാണ്. സ്പോർട്സ്, ഈ ആർട്ടുകൾ, ഇതേപോലെയുള്ള ആർട്ടുകൾ പഠിച്ച് പല മേഖലയിലേക്കും പോവുകയാണെങ്കിൽ നല്ലൊരു ജീവിതം തന്നെ കൊണ്ടുവരാൻ പറ്റും. നല്ല അറിയപ്പെടുന്ന, നമ്മൾ അറിയപ്പെടണം എന്നൊക്കെ ആഗ്രഹിക്കും. മനുഷ്യനുള്ള ഒരു ആഗ്രഹങ്ങളാണ്, പണം ഉണ്ടാക്കുന്ന ഒരു ആഗ്രഹമാണ്. അതെല്ലാം നല്ല രീതിയിൽ നേടിത്തരുന്ന ഒരു സംഭവമാണ് മാർഷൽ ആർട്സ്. അതെ, ലോകമറിഞ്ഞ കുങ്ഫുവിൻ്റെ വ്യത്യസ്തവും ത്രസിപ്പിക്കുന്നതുമായ അടവുകൾ വിദ്യാർത്ഥികൾക്ക് കാട്ടിക്കൊടുക്കുന്നതിലും ഇദ്ദേഹം മടിക്കാറില്ല. ഇതിനുള്ള അംഗീകാരങ്ങളാണ് പത്രമാധ്യമങ്ങളിൽ വന്ന ഈ ലേഖനങ്ങളെല്ലാം. ഇതിനെല്ലാം പുറമെ നേരിട്ടെത്താൻ കഴിയാത്തവർക്ക് പരിശീലനത്തിനായി 20ഓളം കോഴ്സുകൾ അടങ്ങിയ ട്യൂട്ടോറിയൽ CD-യും ഇദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ദിവസത്തെ നീണ്ട പരിശീലനങ്ങൾ നൽകി ഇനി വീട്ടിലേക്ക്. ഇവിടെയും വേറിട്ട ഒരു ശൈലിക്ക് നാന്ദി കുറിക്കുകയാണ് ഇദ്ദേഹം. വീടിനോട് ചേർന്ന ഭൂമിയിൽ
വാഴയും ചീരയുമെല്ലാം നട്ടുവളർത്തുന്നതും അവയെ ദിനവും പരിപാലിക്കുന്നതും ഇദ്ദേഹത്തിന് നിർബന്ധമാണ്. തൻ്റെ പുരയിടത്തിൽ കൃഷിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഇദ്ദേഹത്തിൻ്റെ ഈ വാസന. വഴിയോരങ്ങളിലും തൻ്റെ അയൽവാസികളുടെ വീടുകളിലുമെല്ലാം മരങ്ങൾ വെച്ചു പിടിപ്പിച്ചും അതിനെ സംരക്ഷിക്കുന്നതിനും ഇദ്ദേഹം സമയം കണ്ടെത്താറുണ്ട്. വാപ്പ കൃഷിയാണ് പ്രധാനമായിട്ട്, ഈ പ്രകൃതിയുമായിട്ടുള്ള കൃഷിയും പിന്നെ ആട് അങ്ങനത്തെ വളർത്തൽ ഇതൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. ഉമ്മ നന്നായി കൃഷിയുടെ കാര്യത്തിൽ വളരെ ഇൻവോൾവ് ആണ് ചെറുപ്പം മുതൽ. അതിൻ്റെ ഒരു പാരമ്പര്യം ഉണ്ടായിരിക്കാം. കൃഷിയുമായിട്ട് വളരെ ബന്ധമുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളെ പൂർവികരൊക്കെ നല്ല കൃഷിക്കാരായിരുന്നു, നാട്ടിൽ അറിയപ്പെടുന്ന കൃഷിക്കാരൊക്കെ ആയിരുന്നു. എനിക്ക് 6th സ്റ്റാൻഡേർഡോ ഓർ 7th സ്റ്റാൻഡേർഡിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. കൃഷി ചെയ്തിട്ട് വാപ്പാക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കൃഷി ചെയ്തിട്ടൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് അവാർഡാണ് ബ്ലോക്ക് ലെവലിൽ. ചെറുപ്പം മുതലേ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, അതുപോലുള്ള കാര്യങ്ങൾ, പക്ഷികളെ വളർത്തുക, മൃഗങ്ങളെ വളർത്തുക. അതിലിപ്പോൾ പ്രധാനമായിട്ടും മരങ്ങൾ വെച്ച് പിടിപ്പിക്കലാണ്. ഒന്ന് നമ്മളെ ക്ലൈമറ്റിന് തന്നെ, 2 പ്രവാചകന്മാർ പഠിപ്പിച്ച ഒരു കാര്യമാണ്. നമുക്ക് ഉപകരിക്കുന്ന 2 കാര്യങ്ങളാണുള്ളത് പരലോക ജീവിതത്തിൽ. അതിൽ ഒന്ന് സദ്വൃത്തരായ സന്താനങ്ങളുടെ പ്രാർത്ഥന, അവരുടെ നല്ല പ്രവൃത്തികളിൽ നിന്നുള്ള പുണ്യവും. 2 മരം നടുക. മരത്തിൽ നിന്ന് ഒരു പക്ഷി ഭക്ഷണം കഴിച്ചാൽ പോലും, അല്ലെങ്കിൽ ആ മരം ഒരാൾ വെട്ടിക്കൊണ്ടായാലും, ഒരാൾ ഇരുന്ന് വിശ്രമിച്ചാലും എല്ലാത്തിനും നമുക്ക് പ്രതിഫലമുണ്ട്. അതുപോലെ മരങ്ങളുണ്ടെങ്കിലാണ് മഴ പെയ്യുകയുള്ളൂ. ഈ വെള്ളമില്ലാത്തൊരവസ്ഥ വരുമ്പോൾ ഈ മരങ്ങൾ സ്രഷ്ടാവിനോട് പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് ദാഹിക്കുന്ന സ്രഷ്ടാവ് എന്ന് പറഞ്ഞുകൊണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടാണ് ഒരുപാട് മഴ നമുക്ക് ലഭിക്കുന്നതെന്നാണ് വിശുദ്ധ ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്നത്. ഖുർആൻ പ്രത്യേകിച്ച് അത് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. പ്രവാചകൻ പഠിപ്പിച്ചൊരു കാര്യമാണ്. മഹത് വ്യക്തികളെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം അതുമായിട്ട് കുറേശ്ശൊക്കെ പിന്തുടർച്ച ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കൃഷിയും മരങ്ങൾ നടുകയും ചെറിയ പ്ലാന്റുകളൊക്കെ ഉണ്ടാക്കിയിട്ട് സൗജന്യമായിട്ട് ചെടികളും മരങ്ങളൊക്കെ കൊടുക്കുന്നതൊക്കെ ചെയ്യാറുണ്ട്. വീട്ടിലും ചെറിയ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. ജീവിതത്തിൽ മഹത് വ്യക്തികളുടെ വചനങ്ങൾ പേറി അവ പ്രാവർത്തികമാക്കുന്ന ഇദ്ദേഹം ദിനവുമുള്ള തൻ്റെ നിസ്കാരങ്ങൾക്കായി പള്ളിയിലെത്തുന്നതും മുടക്കാറില്ല. ഇന്ന് മനുഷ്യർ മതത്തിൻ്റെ മറവിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ തുടരുന്നത് അവസാനിപ്പിക്കണമെന്നും നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ വചനങ്ങൾ ഉൾക്കൊണ്ട് രാജ്യപുരോഗതിയിലേക്ക് നയിക്കണമെന്നും ഇദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരെയും ഈ തീവ്രവാദം, അത് തന്നെയാണ് ഇന്നത്തെ പ്രശ്നം. അത് എന്താണ് ശരിക്കും തീവ്രമായ വാദം എന്നുള്ളത് വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ശ്രമം അതൊന്ന് നടത്തുന്നുണ്ട്. 2 ഗാന്ധിജി കൂടി പറഞ്ഞൊരു കാര്യമാണ് ഇന്ത്യ മദ്യം മയക്കുമരുന്നില്ലാത്തൊരു ഇന്ത്യ. ഒരു വർഷം ഇന്ത്യ ഗവൺമെൻറ്റിന് 42,000 കോടി രൂപയാണ് മദ്യത്തിലൂടെ വരുമാനം. ജനങ്ങൾക്കും രാജ്യത്തിനും കൂടിയിട്ട് ഒരു വർഷം 46,000 കോടിയാണ് നഷ്ടം. അപ്പോഴും 4,000 കോടി രാജ്യത്തിന് നഷ്ടം തന്നെയാണ്. ഒരുപാട് ആളുകൾ ഇതുമായി മദ്യവും മയക്കുമരുന്നും മുഖേന അസുഖങ്ങളും ഇതൊക്കെ ബാധിച്ച് ഒരുപാട് സാമ്പത്തിക നഷ്ടവും അക്രമങ്ങളും മനുഷ്യനെ ഒരു മൃഗമാക്കി മാറ്റുന്ന സാധനമാണ്. അതിനെ നിർത്തലാക്കാനും അതിനെ പിന്നിലേക്ക് കൊണ്ടുപോകാനും ഉള്ളൊരു നിരന്തരമായൊരു പരിശ്രമം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ മാർഷൽ ആർട്സ്, ഇത് ആരോഗ്യമുള്ളൊരു സമൂഹമാണ് ആ രാജ്യത്തിൻ്റെ ശക്തി. അതിൽ മറ്റുള്ള രാഷ്ട്രങ്ങൾക്കൊക്കെ വളരെ അസൂയയാണ്. ജനങ്ങളെ പോപ്പുലേഷൻ കുറയ്ക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെങ്ങനെ പ്രത്യേകിച്ച് ഇന്ത്യ താഴെ തട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കെല്ലാം ഭയമാണ് ആരോഗ്യമുള്ള ഒരു സമുദായം ഇവിടെ ഉണ്ടാവുക എന്ന് പറയുന്നത്. ലോകത്തിലെ എല്ലായിടത്തും ആരോഗ്യമുള്ള മനുഷ്യരുണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് മാതൃകയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ചൈന. അവരിന്ന് ഒളിമ്പിക്സിലും എല്ലാത്തിലും ഗോൾഡ് മെഡലുകളിൽ ഏറ്റവും മുന്നിലാണ്. അത്ര തന്നെ ജനങ്ങളുള്ള ഇന്ത്യ വളരെ പിന്നിലാണ്. ഈ രാജ്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ വളരെയധികം വിഷമിക്കുന്നു. നല്ലൊരു ഒളിമ്പിക്സിൽ നിന്നുള്ള എല്ലാ മേഖലയിലും ഗോൾഡ് മെഡൽ തന്നെ വാങ്ങിക്കാനുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഞാൻ എൻ്റേതായ എല്ലാ പരിശ്രമങ്ങളും എൻ്റെ സഹപ്രവർത്തകനായ ഷാജഹാനും ഞാൻ കൂടിയാണ് ഇപ്പോൾ ക്ലാസ്സുകൾ എടുക്കുന്നത്.
അതെ, ഇനിയും തീരുന്നില്ല. സായാഹ്നത്തിൻ്റെ ഇളം കാറ്റ് വീശുന്ന ഈ കുന്നിൻ മുകളിൽ വീണ്ടും നിതാന്ത പരിശ്രമത്തിനൊരുങ്ങുകയാണ് ഇദ്ദേഹം. ഈ ജീവിതം കൊണ്ട് ഭാവി തലമുറയ്ക്ക് ഉതകും വിധം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും അവ നടപ്പിലാക്കാനും ഈ കർമ്മനിരതന് ഇനിയും കഴിയട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം.